ഹായ് ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഞാനിത് കടല വേവിക്കാനായിട്ട് അടുപ്പത്ത് ഇടുക കേട്ടോ. കടലയിൽ ഞാൻ കുറച്ച് സബോള നുറുക്കിയിട്ടാണ് വേവിക്കാനിട്ടത്. പിന്നെ അതുപോലെ കേസറോളിൽ ഞാൻ കൊണ്ടുവന്നത് കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു, അത് കളയാനായിട്ടും. പിന്നെ നേരെ വന്ന് കുറച്ച് ചൂടുവെള്ളവും പച്ചവെള്ളം ഒഴിച്ച് നമ്മുടെ പൊൻകതിരിൻ്റെ പുട്ടുപൊടി കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പുട്ടും ഉണ്ടാക്കുന്നുണ്ട്, ഗോതമ്പുട്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതേ പുട്ടുപൊടിയൊക്കെ കുഴച്ചതിന് ശേഷം ഇതേ കടല വേവിക്കാനായിട്ടു. കടല അത്യാവശ്യം വിസിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പുക ഞാൻ കളയുന്നതാണ്. പിന്നെ ഞാൻ അങ്ങനെ തന്നെ അത് കഴിഞ്ഞിട്ട് കടല വെന്ത് കഴിഞ്ഞപ്പോൾ നേരെ കടലക്കുട്ടൻ കാച്ചാൻ വേണ്ടിയിട്ട് അതിനോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളി ചതച്ചിട്ടു. പിന്നെ ഇതിപ്പോൾ അടുക്കളയൊക്കെ ആകെ അലങ്കോലമായിട്ടൊക്കെ എടുക്കുന്നത്. പുട്ടുപൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ചാള വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് നേരെ നമ്മുടെ കടലക്കുള്ള മസാല ആക്കിയിട്ടു. എന്നിട്ട് നേരെ സബോള ഇട്ട് വേവിച്ച് വെച്ച കടലയിട്ട് ഒരു തുണ്ട് ഗരം മസാല ഇട്ടു. പിന്നെ പുട്ടുപൊടി കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലോട്ട് തേങ്ങ ചെരുകിക്കൊണ്ടിരിക്കുക കേട്ടോ, പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഗോതമ്പുട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ, മറ്റേത് നമ്മുടെ അരിപ്പുട്ടിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എനിക്കിഷ്ടം ഗോതമ്പുട്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഞാനിത് പുട്ടുങ്ങാണ് അടുപ്പത്ത് വെച്ചിട്ട് നേരെ അതിലോട്ട് പുട്ടിൻ്റെയൊക്കെ തേങ്ങയും പൊടിയൊക്കെ കോരിയിട്ടു. ഒരു മുട്ട എടുത്ത് പൊരിക്കാനായിട്ട് വെച്ചു. പിന്നെ ചാള വറുക്കാനിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുട്ട് ഏകദേശം പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കുറ്റി എടുക്കാറായി തോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പുക വരുന്നുണ്ട്. പിന്നെ ഞാനത് നമ്മുടെ അരിപ്പുട്ടിനാണ് ആദ്യം വെച്ചിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണം നമ്മുടെ ഗോതമ്പുട്ട് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ പുട്ടിങ്ങണ കണ്ടില്ലേ. പിന്നെ അപ്പോഴേക്കും ഏട്ടനെ എണീച്ചു വന്നു. പിന്നെ ഞാൻ നേരെ മുട്ട പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട ഒഴിച്ചു കൊടുത്തു. മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഒത്തിരി മുളകൊന്നും ഞാൻ ഇട്ടില്ല, കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് നേരെ മുട്ട അപ്പം ഉണ്ടാക്കും കേട്ടോ. മുട്ട ബുൾസ്, നമ്മുടെ ഓംപ്ലേറ്റ് എന്നും പറയും, മുട്ടപ്പം എന്നും പറയും. പിന്നെ ഞാൻ കുറച്ച് ചാളയുടെ മലിനീനുണ്ടായിരുന്നു, അതൊന്ന് വറുക്കാനിട്ടു. അത് മോൾക്ക് കൊണ്ടുപോകാനാണ്. പിന്നെ അതുപോലെ എല്ലാവരും ഒക്കെ ഒന്ന് തുടച്ച് അത്യാവശ്യം കൂട്ടാമണിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് അടിച്ച് തുടച്ചിട്ട് ഏട്ടനും മോൾക്കും ചായ കൊടുക്കണം. പിന്നെ അവർക്കുള്ള ചോറൊക്കെ ആക്കണം, പഠിക്കാനൊക്കെ പോകേണ്ടതല്ലേ മോൾക്ക്. പിന്നെ എല്ലാവരും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിത് എല്ലാവരും തുടച്ചൊക്കെ ഇട്ടിട്ട് ഇനി നേരെ അപ്പോഴേക്കും ഏട്ടനും കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മോളുടെ ചായ കുടിച്ചിട്ട് ഞാൻ മോളെ കുളിപ്പിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇത് എല്ലാവരും തുടക്ക് കഴിഞ്ഞു. ഇനി നേരെ അവർക്ക് ചായ കൊടുക്കാനായിട്ട് അകത്തേക്ക് പോകണം. പിന്നെ ഞാൻ ജസ്റ്റ് എല്ലാവരും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടപ്പോൾ കാണിച്ചെന്താണ് കേട്ടോ. പിന്നെ ഞാൻ വന്നപ്പോൾ എൻ്റെ കെട്ടിയവൻ്റെ പുറത്ത് സോപ്പും പതി ഇരിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ സോപ്പും പതിയൊന്നും കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അവർക്ക് രണ്ടാൾക്കും ചായ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.